ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാം പാലിച്ചാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അവരുടെ ശബരിമല ദർശനം സ്വാമിയായി ശബരിമല ദർശനം പൂർത്തിയാക്കിയത്. 8:33 പ്രമാണത്തെ താൽക്കാലിക ഹെലിപ്പാഡിലേക്ക് അവരുടെ ഹെലികോപ്റ്റർ എത്തിയത്. 8:40 അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് 10:10 പമ്പയിലെത്തി. പമ്പയിൽ പമ്പാസ്നാനവും അതുപോലെ തന്നെ പമ്പാ ഗണപതിക്ക് മുന്നിൽ ഇരുമുടിക്കെട്ട് നിറച്ച് പമ്പാ ഗണപതിയെ തൊഴുത് ഉപദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷമാണ് സന്നിധാനത്തേക്ക് യാത്രയായത്. ദേവസ്വം ബോർഡ് പുതുതായി വാങ്ങിയ ഗൂർഖ ജീപ്പിലായിരുന്നു അവരുടെ ആ സന്നിധാനത്തേക്കുള്ള യാത്ര. വാഹനം നേരെ എത്തിയത് 18-ാം പടിക്ക് താഴെയാണ്. 18-ാം പടിക്ക് താഴെ വെച്ച് ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി അടക്കമുള്ള ആൾക്കാർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. അതിനുശേഷം 18-ാം പടി ചവിട്ടി ഇരുമുടിക്കെട്ട് തലയിലേന്തി 18-ാം പടി ചവിട്ടി നേരെ സോപാനത്തേക്ക് എത്തുകയാണ്. അവിടെ പൂർണ്ണകുംഭം നൽകി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. രാഷ്ട്രപതിയും രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 പേരും ഇരുമുടിക്കെട്ട് എന്തിയായിരുന്നു സന്നിധാനത്തേക്ക് എത്തിയത്. അവരുടെ എല്ലാം ഇരുമുടിക്കെട്ടുകൾ മേൽശാന്തി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി ശ്രീകോവിലിലേക്കുള്ള പൂജാദ്രവ്യങ്ങൾ അവിടെ എടുത്ത ശേഷം പ്രസാദമടക്കമുള്ള കാര്യങ്ങളുമായി തിരിച്ചു വന്ന് അവ രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്തു. ശബരിമല അയ്യപ്പനെ കണ്ട ശേഷം നേരെ പോയത് ആദിമല ഗണപതി ക്ഷേത്രത്തിന് മുന്നിലേക്കാണ്. അതിനുശേഷം നാഗദൈവങ്ങളെയും തൊഴുത് നേരെ മാളികപ്പുറത്തേക്ക് പോയി. മാളികപ്പുറത്തമ്മയെ കണ്ട് ദർശനം പൂർത്തിയാക്കി. അതിനുശേഷം മണിമണ്ഡപത്തിലും മറ്റ് ഉപദേവതാ ക്ഷേത്രങ്ങളിലുമെല്ലാം ദർശനം പൂർത്തിയാക്കി നേരെ താഴേക്ക് ഇറങ്ങി. താഴെ ഗൂർഖ ജീപ്പിൽ കയറി ബാബുസ്വാമി അടുക്കലേക്ക് ഇരുന്നു. ബാബുസ്വാമിയുടെ അനുഗ്രഹം തേടി. അതിനുശേഷം നേരെ രാഷ്ട്രപതി പമ്പയിലേക്ക് പോവുകയായിരുന്നു. മുൻ നിശ്ചയപ്രകാരം പമ്പയിലേക്ക് പോകില്ല, 3 മണി വരെ സന്നിധാനത്ത് ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ആ തീരുമാനം മാറ്റി തിരിച്ച് വീണ്ടും പമ്പയിലെത്തി. പമ്പയിൽ വെച്ച് ആണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ച് 2 മണിയോടുകൂടി തിരിച്ച് പ്രമാണത്തേക്ക് വരാൻ വേണ്ടിയുള്ളൊരു നീക്കമായിരുന്നു. പക്ഷേ ശക്തമായ മഴയുണ്ടായി. ആ മഴയിൽ പമ്പ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു. അതുകൊണ്ട് ഏതാണ്ട് 22 മിനിറ്റോളം അല്പം വൈകി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി. 2:22 രാഷ്ട്രപതിയുടെ പമ്പയിൽ നിന്നുള്ള മടക്കയാത്ര ആരംഭിച്ചത്. ഇവിടെ 4:06 പ്രമാണത്തെ താൽക്കാലിക ഹെലിപ്പാഡിലേക്ക് 4:06 രാഷ്ട്രപതി എത്തി. അതിനുശേഷം 4:15 രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ നേരെ തിരുവനന്തപുരത്തേക്ക് പറന്നു.